ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഒരു പിടി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ ആദ്യം പിടി ഉണ്ടാക്കാം. അപ്പോൾ പിടിക്ക് വേണ്ടിയിട്ട് അരിപ്പൊടി, നമ്മുടെ ഇടിയപ്പപ്പൊടിയാണ്. ഇടിയപ്പപ്പൊടി എടുത്ത് വെച്ചു. അതിലേക്ക് ഉപ്പ്, പിന്നെ ജീരകപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് തിളച്ച വെള്ളം, നമ്മൾ ഇടിയപ്പത്തിന് കുഴക്കില്ലേ അതേപോലെ തിളച്ച വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. പിന്നെ തേങ്ങയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തേങ്ങ ചേർക്കുന്നില്ല. ആദ്യം ഉപ്പും പിന്നെ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴയ്ക്കാം. ഞാൻ ഈ പിടി എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതും കാണുന്നതും, ഞാൻ ജോലിയൊക്കെ കിട്ടി ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂത്താട്ടുകുളത്തുള്ള. ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് ഇത് കഴിക്കുന്നത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. ഇതിനെക്കുറിച്ച് കേൾക്കുന്നതും അങ്ങനെയാണ്, ഡിഷിനെക്കുറിച്ച്. അന്ന് കഴിച്ച ആ സ്വാദ്, അന്ന് നമ്മൾ പിന്നെ ഉണ്ടാക്കുന്നൊന്നുമില്ലല്ലോ, പാചകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ലല്ലോ. സാധാരണ ഭക്ഷണം അമ്മ വെച്ച് തരും കഴിക്കുന്നല്ലാതെ പാചകം എന്നുള്ളത് നമ്മുടെ ഇലക്കത്തോടെ പോയിട്ടുണ്ടായില്ല. അപ്പോൾ നമുക്കിത് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴയ്ക്കാം. നന്നായിട്ട് കുഴച്ചിട്ട് പിന്നെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ തേങ്ങ ചേർക്കാം. തേങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഉരുളിയാക്കാം. പിന്നെ ഞാൻ ആ പിടി ഉണ്ടാക്കണത് എന്താണെന്നറിയാം, പിന്നെ കുടുംബജീവിതമൊക്കെ തുടങ്ങി. എന്നാൽ തുടക്കത്തിലൊന്നും പാചകമൊന്നും വലിയ പിടി ഉണ്ടായില്ല. അത് കഴിഞ്ഞ് കുറച്ച് 3-4 വർഷം കഴിഞ്ഞപ്പോഴാണ് പാചകത്തോടൊക്കെ ഒരു ഇഷ്ടം തോന്നിയത്. പാചകത്തോടൊക്കെ ഇഷ്ടം തോന്നിക്കഴിഞ്ഞപ്പം കുക്കറി ചാനൽ, അന്ന് യൂട്യൂബൊന്നും ഇല്ലല്ലോ, കുക്കറി ചാനൽ കാണുമായിരുന്നു. ടി വിയിൽ എല്ലാ ചാനലിലെയും കുക്കറി ഷോ കാണും. എന്നിട്ട് ഒരു വലിയ ബുക്കിൽ എഴുതിയും വയ്ക്കും. അതനുസരിച്ചുണ്ട്. അങ്ങനെ കണ്ടപ്പോഴാണ് പിടി ഞാൻ കണ്ടത്. അങ്ങനെ ഞാൻ അന്നാണ് ഒരു 2000 കഴിഞ്ഞ് 2000 വർഷങ്ങൾ, 2000 വർഷങ്ങളല്ല, 2005 2006 ഞാൻ പിന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നമുക്കത് അടച്ചു വെച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇതേപോലെ ചെറിയ ഉരുളയാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അതിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്തത് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ നമ്മുടെ അരിപ്പൊടിയൊക്കെ കുഴച്ചില്ലേ, ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതിൽ അരിപ്പൊടി ചേർക്കാറുണ്ട് ചിലപ്പോൾ, കാരണം ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളത്തിന്. പക്ഷെ ഞാൻ അരിപ്പൊടി ചേർക്കുന്നില്ല, ഞാൻ ഈ വെള്ളം അങ്ങനെ ഒഴിക്കുകയും ചെയ്യാം. ഇതിന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് കുറച്ച് ജീരകപ്പൊടി വീണ്ടും ചേർക്കാം കേട്ടോ. അത് മുഴുവൻ ജീരകം ചേർത്താലും കുഴപ്പമില്ല, പക്ഷേ ഞാൻ ജീരകപ്പൊടിയാണ് ചേർക്കുന്നത്. ജീരകപ്പൊടിയും ഉപ്പും ചേർത്ത കറിവേപ്പിലയിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇത് ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ട്രഡീഷണൽ രീതിയൊന്നും അല്ല കേട്ടോ. എങ്ങനെയാണ് ട്രഡീഷണലായിട്ടുള്ളതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അന്നൊക്കത്തെ കുക്കറി ഷോയിൽ കണ്ടത് ഞാൻ അതുപോലെ ഇപ്പോഴും പിന്തുടരുന്നു എന്ന് മാത്രം. അപ്പം നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളകളുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ മക്കൾക്ക് ഇതിഷ്ടമാണ്. എൻ്റെ മോൻ്റെ ഫ്രണ്ട്സ് വരുമ്പം ഞാൻ ഇത് ചിക്കൻ കറിയാണ് ഉണ്ടാക്കി കൊടുക്കാറ്. അവർക്ക് ദോശയും ഇഡ്ഡലിയും ഒന്നും അത്ര ഇഷ്ടമല്ലല്ലോ പിള്ളേർക്കൊക്കെ. അപ്പം ഞാൻ ഇടിയപ്പവും ചിക്കൻ കറി ഉണ്ടാക്കാറുണ്ട്, പിന്നെ പിടിയും ചിക്കൻ കറി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ പിടി അതിലേക്കിട്ടു നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ തിളച്ച് ആ വെള്ളം ഒന്ന് കുറുകുമ്പം നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. തീ ഓഫ് ചെയ്തിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാൻ വെള്ളത്തോട് കൂടിയാട്ടോ, കുറച്ച് ആ വെള്ളം കുറുകി കഴിയുമ്പോൾ ആ വെള്ളത്തോട് കൂടിയാണ് ഞാൻ വാങ്ങാറുള്ളത്. ചിലയിടത്ത് അങ്ങനെ വെള്ളമില്ലാതെ ഇങ്ങനെ അരിപ്പൊടിയിൽ ഇങ്ങനെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഏതാ ട്രഡീഷണൽ രീതിയെന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അതാ നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലോ. അപ്പോൾ പിടി എടുക്കുക, കുറച്ച് ചിക്കനും എടുക്കുക, എന്നിട്ട് കഴിച്ചിട്ട് വരാം. ഓക്കെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാറുണ്ടല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരുടെ എങ്ങനെയാണ് ഉണ്ടാക്കണം, ഇങ്ങനെ തന്നെയാണോ? ഞാൻ എന്തായാലും ഇങ്ങനെയാണ് ഇതെന്ന് കഴിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ. അപ്പോൾ നാളെ വേറൊരു ഡിഷുമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.